രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. വിഷുക്കാലം വരാൻ പോവുകയാണ് അല്ലേ. നമ്മുടെ മലയാളികൾക്ക് ഓണവും വിഷു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വലിയൊരു ആഘോഷമാണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഓണത്തിനേക്കാൾ വളരെ പഴക്കം ചെന്ന ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. അതായത് ആദിമ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്ന ആഘോഷമായിരുന്നു വിഷു എന്ന് പറയുന്നത്. അതായത് ഭാസ്കര രവിവർമ്മ രാജാവിൻ്റെ തൃക്കൊടത്താനത്തുള്ള പൂർത്തിയാക്കപ്പെടാത്ത ഗ്രന്ഥത്തിൽ ചിത്തിര വിഷുവിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ AD 844 855 കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ഥാണു രവിയുടെ ശങ്കരനാരായണീയത്തിൽ, അതായത് ഗണിതശാസ്ത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കാലഘട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലും ചിത്തിര വിഷുവിനെ പറ്റിയൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പം ശരിക്കും സാത്വികമായ ഭക്ഷണമൊക്കെയുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സദ്യകൾ കൊണ്ടുള്ളതാണെങ്കിൽ വിഷുവിന് ദ്രാവിഡന്മാർ, അതായത് വേട്ടയാടി കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊക്കെ ഭക്ഷിച്ചു കൊണ്ടുള്ള ഒരു വിഷുവിനെ പറ്റിയും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് വിഷുവാണെങ്കിലും ഓണമാണെങ്കിലും നമ്മുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കേരളീയതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായതാണ്. എപ്പോഴും എവിടേക്ക് നോക്കുമ്പോൾ പച്ചപ്പുള്ള ഒരു നമുക്ക് മനം കുളിർപ്പിക്കുന്നതാണ് നമ്മുടെ ഈ കേരളം മുഴുവനായിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സഹ്യപർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പം നമുക്കുണ്ടാവുന്ന ഈ പടിഞ്ഞാറൻ കാറ്റ് ആ സഹ്യപർവ്വതത്തിൽ തട്ടി നമുക്ക് നല്ല മഴ, ഒരു കുറേ സമയങ്ങളോളം നമുക്ക് അത്രയും നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആന്ധ്രാപ്രദേശിനെയോ തമിഴ്നാടിനെയോ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടമായ ഭൂമിയും ഒരുപാട് നദികളും അത്രത്തോളം പ്രകൃതി രമണീയമായ പച്ചപ്പും ഒക്കെ ആയിട്ടാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് ഓണവും വിഷു എന്ന് പറയുന്നത്. ഓണത്തെ സംബന്ധിച്ച് വീപ്പ് കൃഷിയുടെ കൊയ്ത്തുത്സവമാണെങ്കിൽ വിഷു എന്ന് പറയുന്നത് വേനൽക്കാലത്തുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണി കാണുന്ന സമയത്ത്, കണി നമ്മൾ ഒരുക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ചക്ക, മാങ്ങ, കണിവെള്ളരി, അങ്ങനെ നമ്മൾ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ കണിക്കൊന്നയും ഒക്കെ. കണിക്കൊന്ന എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും സ്വർണ്ണ നാണയങ്ങൾ പോലെ തോന്നും അല്ലേ. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ സ്വർണ്ണ നാണയങ്ങൾ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് തോന്നുക. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഭഗവാന്റെ ഭക്തനായ ഒരു കുട്ടി കൃഷ്ണനോട് എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാന് വളരെ ഭക്തിയോടെ കൊണ്ടു നടക്കുമ്പോൾ ഒരു ദിവസം കൃഷ്ണൻ പറയും, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പം കുട്ടി പറയും, എനിക്കൊന്നും വേണ്ട, ഭഗവാനോടുള്ള ഈ ഭക്തിയും ഇഷ്ടവും ഒക്കെ മതി എന്ന് പറഞ്ഞപ്പം ഭഗവാൻ തൻ്റെ അരയിലുള്ള അരഞ്ഞാണം ഊരിക്കൊടുക്കും. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കും, നോക്കി എനിക്ക് ഭഗവാൻ തന്ന അരഞ്ഞാണാണ്. പക്ഷെ ആരും വിശ്വസിക്കില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ശാന്തിക്കാരൻ വന്നിട്ട് ആ അമ്പലത്തിൻ്റെ നട തുറക്കുന്ന സമയത്ത് ഭഗവാന്റെ അരഞ്ഞാണം കാണാനുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ കുട്ടിയെ വന്നിട്ട് ഈ കുട്ടിയാണ് കട്ടെടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ കുട്ടിയെ പൊതിരെ തല്ലിയിട്ട് ഈ പൊന്നരഞ്ഞാണ് എടുത്ത് ഇങ്ങനെ വലിച്ചെറിയും. അത് കൊന്ന മരത്തിലായിരിക്കും ചെന്ന് വീഴുക. അങ്ങനെ അപ്പം നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ആ കൊന്നമരം നിറയെ പൊന്നരഞ്ഞാണം പോലെ കണിക്കൊന്ന് പൂത്തിട്ടുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ പ്രതീകാത്മകത എന്നോണം നമ്മൾ കണി ഒരുക്കുമ്പോൾ കണിക്കൊന്നയും കൂടെ, അത് പ്രധാനമായ സാധനമാണ് കണിക്കൊന്ന. വാൽക്കണ്ണാടി ഭഗവതിയുടെ ഭഗവതിയുടെ പ്രതീകമാണ്. അപ്പം നമ്മൾ നമ്മുടെ തന്നെ മുഖമാണ് അതിൽ ദർശിക്കുന്നത്. അതായത് ഞാൻ തന്നെയാണ് ദൈവം, അതായത് എൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ള കാര്യമായിട്ടും പ്രതീകം കൂടിയായിട്ടും പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങൾ, സിന്ദൂരം, വെറ്റിലടക്ക, പുതിയ വസ്ത്രം, അങ്ങനെ നാണയങ്ങൾ, എന്തൊക്കെ നമുക്ക് എന്താ പറയുക, നെല്ലും അരിയും, അങ്ങനെ എല്ലാം ആ സമൃദ്ധമായിട്ട് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളെ കണി വെക്കുകയും ബാക്കിയുള്ള കുട്ടികളൊക്കെ കണ്ണ് പൊത്തി കൊണ്ടുവന്ന് ആ കണി കാണിക്കുകയും ചെയ്യും. പിന്നീട് ആ കണി വെച്ചതും എടുത്തിട്ട് ആ ഒട്ടുരുളി എടുത്തിട്ട് നമ്മൾ കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയിട്ട് കാണിക്കും. വിഷു എന്ന് പറയുന്നത്
പകലും രാത്രിയും തുല്യമായ ദിവസത്തിനെയാണ് വിഷു അഥവാ വിഷുവം എന്ന് പറയുന്നത്. അത് മേടമാസത്തിലും തുലാമാസത്തിലും വിഷു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴുള്ളത് 24 ദിവസം പിന്നിലായിട്ടാണ് വിഷു. ശരിക്കും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന വിഷു സംക്രമം, അതായത് സംക്രാന്തി എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുക. അപ്പം 24 ദിവസം പിന്നിലായിട്ടാണുള്ളത് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചാംഗം ശരിക്കും ഒരു സമയം കഴിഞ്ഞാൽ അതൊന്ന് കൃത്യമായിട്ട് ഒരു അടുപ്പിൻ ചിട്ടയോടുകൂടി ചിട്ടപ്പെടുത്താത്തത് 1950 ശേഷം അത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെതായ പോരായ്മകൾ നമ്മുടെ കേരളത്തിലെ പഞ്ചാംഗത്തിലുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആഘോഷങ്ങളായിക്കോട്ടെ വ്രതങ്ങളായിക്കോട്ടെ ഒക്കെ ദിവസം തെറ്റിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിലൊരു മാറ്റം, എല്ലാത്തിലും നവോത്ഥാനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിലും നവോത്ഥാനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതുപോലെ തന്നെ മലബാർ മാനുവലിൽ വില്ലുവൽ ലോഗനും വില്ലുവൽ ലോഗനും വിഷുവിനെ പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംഘകാലത്തുള്ള 1810 എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ സംഘകാല കൃതിയിലും ഇതിനെപ്പറ്റി വിഷുവിനെ പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിയൊക്കെ ഒരുക്കി, കണി കണ്ട്, വിഷു കൈനീട്ടം, മുതിർന്നവരുടെ നിന്ന് വിഷു കൈനീട്ടവും വാങ്ങി, വിഷു സദ്യയും കഴിച്ച്, അങ്ങനെ എല്ലാവരും കൂടി ചേരുന്ന സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പൊൻതിളക്കം അല്ലെ. എല്ലാം കാണുമ്പോൾ നമുക്ക് ആ ലക്ഷ്മി വരപ്രസാദിനിയായിട്ട് ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന കൂടെ പ്രതീകം പോലെ ആ ഒരു വാൽക്കണ്ണാടിയിൽ മഹാലക്ഷ്മിയും താമ്പൂലവും അതായത് വെറ്റിലയും മടക്കയും പുതുവസ്ത്രവും നാണയങ്ങളും അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്കുള്ള ആ സമൃദ്ധിയായിട്ടുള്ള കാണുകയാണ്. അപ്പം പിന്നീടുള്ള ഒരു വർഷം മുഴുവൻ ഇതുപോലെ സമൃദ്ധമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ മുതിർന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വിഷു കൈനീട്ടവും തന്നുകൊണ്ട് ധനധാന്യ സമൃദ്ധി നമുക്കെല്ലാം വേണം അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനവും അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ പറയും എന്താ പറയുക, ദരിദ്ര നാരായണൻ എന്നൊക്കെ പറയും. ഒരിക്കലും നാരായണൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ ദരിദ്രനായിരിക്കില്ല. കാരണം ലക്ഷ്മി സമേതനായ ആ നാരായണനാണ്. അപ്പം ആ ലക്ഷ്മി സമേതനായ നാരായണനെ വിളിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ദാരിദ്ര്യം വരിക? ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ എല്ലാ സമൃദ്ധിയോടും കൂടി ഇരിക്കുന്ന ആളാണ്. അതുമാത്രമല്ല ഭഗവാൻ എപ്പോഴും അലങ്കാരപ്രിയനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, എപ്പോഴും മഹാദേവൻ അഭിഷേകപ്രിയനാണെങ്കിൽ ഭഗവാൻ നാരായണൻ അലങ്കാരപ്രിയനാണ്. അപ്പോൾ അലങ്കാരത്തോടുകൂടി വളരെ സുന്ദരനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സമൃദ്ധി തന്നെയല്ലേ ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യ ദുഃഖമൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയതോ അല്ലെങ്കിൽ ഈ ജന്മം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ കർമ്മദോഷങ്ങളെ സഞ്ചിത കർമ്മം എന്ന് പറയുക, അത് നമ്മുടെ കൂടെ ഇങ്ങനെ അടുത്തടുത്ത ജന്മങ്ങളിലേക്ക് എത്തുന്ന പറയുക. അതും ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ഈ കർമ്മഫലങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അത് നല്ലതിന് നമുക്ക് നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ വിചാരിക്കും അയാൾ എത്ര ദുഷ്ടനാണ്, പക്ഷെ അയാൾക്ക് എന്തൊരു നന്നായിട്ട് അയാൾ ജീവിക്കുന്നത്, അയാൾക്ക് എല്ലാം ഭഗവാൻ ഇങ്ങനെ പലപോലെ വളർത്തിക്കൊണ്ടുപോവാണ്, അയാൾക്ക് എല്ലാം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അയാൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അയാൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അയാൾക്ക് ഈ ജന്മം വളരെ നല്ല ജന്മം കിട്ടിയത്. പക്ഷെ ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് അയാൾക്ക് ചിലപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ വളരെ മോശമായിട്ടായിരിക്കും. അതായത് നമ്മൾ വിചാരിക്കും ഞാൻ കുറേ നല്ലത് ചെയ്തു, കുറേ ചീത്ത ചെയ്തു, അപ്പം ഇത് ബാലൻസിങ് ആയി പോകും. ഒരിക്കലുമില്ല. നല്ലതിന് നല്ലതായതും ചീത്തയ്ക്ക് ചീത്തയായതുമായ കർമ്മഫലങ്ങളാണ് കിട്ടുക. ഇതിൽ ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പം പക്ഷെ ഭഗവാനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചീത്തയായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനൊരിക്കലും തോന്നില്ല.
നമുക്ക് എപ്പോഴും നല്ല കർമ്മങ്ങളിലേക്ക് ചെയ്യാൻ തോന്നുകയും ഭഗവാൻ നല്ലതായിട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അർജുനന് സാരഥിയായി എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരുന്നുവോ അതുപോലെ നമ്മളെ ആ സാരഥിയായിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. നമുക്ക് തരുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഭഗവാനിൽ സമർപ്പിക്കുക. എല്ലാം ഭഗവാനിൽ നമ്മൾ നല്ലതും ചീത്തയും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നടക്കുക. അപ്പം നമുക്ക് ഭഗവാൻ തന്നെ വഴികാട്ടിയായിട്ട് എന്താണോ നല്ലത്, നമുക്കറിയില്ല നല്ലതും ചീത്തയും മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് എല്ലാം കാണുന്നതും എല്ലാം അറിയുന്നത് ആ സാക്ഷാൽ ഭഗവാൻ മാത്രമാണ്. അപ്പം എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് നല്ലതായ ചിന്തയോടെ നല്ലതായ പ്രവൃത്തിയോടെ നല്ല ഈശ്വര വിശ്വാസത്തോടുകൂടി നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റി മോശം വിചാരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലാണ് മോശം ഉണ്ടാവുക. അവർക്കൊരു ദോഷവും സംഭവിക്കുന്നില്ല. നമ്മുടെ ഉള്ളാണ് ചീത്തയായി വിഷലുപ്തമായി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ള എങ്ങനെ ഉണ്ടാവണം? നല്ല തെളിഞ്ഞ പളുങ്ക് പാത്രം പോലെ ശുദ്ധമായിരിക്കണം. ആ മാത്രമേ ഭഗവാൻ അവിടെ നമുക്ക് അനുഗ്രഹം തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഷുവിനും എല്ലാവർക്കും നല്ല സമൃദ്ധിയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ആപ്തവാക്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ സൗഖ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്കും എല്ലാ തരത്തിലുള്ള സുഖവും പ്രദാനം ചെയ്യും ഭഗവാൻ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. ഈ വർഷം മുഴുവൻ നല്ല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.